എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 T20 ലോകകപ്പ് സെമിഫൈനലിൽ 253 റൺസ് എന്ന പടുകൂറ്റൻ സ്കോർ പ്രതിരോധിച്ച് ഇന്ത്യ ഇംഗ്ലണ്ടിനെ 7 റൺസിന് പരാജയപ്പെടുത്തി ചരിത്രപരമായ ഫൈനൽ പ്രവേശനം നേടുമ്പോൾ വാങ്കഡെ സ്റ്റേഡിയം ഇന്ത്യൻ വിജയത്തിന്റെ ആവേശത്താൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. എന്നാൽ അപ്പോൾ ആ മൈതാനത്തിന്റെ ഒരു കോണിൽ ലോകത്തിന്റെ മുഴുവൻ ഹൃദയം പകർക്കുന്ന ക്രിക്കറ്റ് ചരിത്രം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മറ്റൊരു വൈകാരിക മുഹൂർത്തം അരങ്ങേറുകയായിരുന്നു. സഞ്ജു സാംസൺ എന്ന വലിയ മനുഷ്യന്റെയും അക്സർ പട്ടേൽ എന്ന അത്ഭുത ഫീൽഡറുടെയും അവിശ്വസനീയമായ പ്രകടനങ്ങൾ കണ്ട് സാക്ഷാൽ ക്രിക്കറ്റ് ദൈവങ്ങൾ പോലും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു പോയിട്ടുണ്ടാകും. തുടക്കത്തിൽ ഇംഗ്ലീഷ് ബോളർമാർക്ക് മേൽ സഞ്ജു സാംസൺ അഴിച്ചുവിട്ട കടന്നാക്രമണം വിനാശകരമായിരുന്നു. ഇംഗ്ലണ്ടിന്റെ എക്സ്പ്രസ് ബൌളർ മാർക്ക് വുഡ് എറിഞ്ഞ തീപ്പൊരി ബൗൺസറിനെ തന്റെ സവിശേഷമായ മണിബന്ധം ഉപയോഗിച്ച് ഭൂഗുരുത്വത്തിൽ നോക്കുകുത്തിയാക്കി ഫൈൻ ലെഗിലൂടെ ഗാലറിയിലെത്തിച്ച സഞ്ജുവിന്റെ ക്ലാസിക് പിക്കപ്പ് ഷോട്ട് ഏവരെയും അമ്പരപ്പിച്ചു. കേവലം 6 ഓവറിൽ വിക്കറ്റ് പോകാതെ ഇന്ത്യയെ 58-ലെത്തിച്ച സഞ്ജുവിന്റെ ആ ബാറ്റിംഗ് വിസ്മയം ലോകം കണ്ടതാണ്. തുടർന്ന് ഇന്ത്യ ഉയർത്തിയ മലയോ സമാനമായ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇംഗ്ലണ്ടിനെ ശരിക്കും വിറപ്പിച്ചത് അക്സർ പട്ടേലിന്റെ ഒരു അമാനുഷിക ക്യാച്ചായിരുന്നു. 14-ാം ഓവറിൽ അർഷ്ദീപ് സിംഗിന്റെ പന്തിൽ അപകടകാരിയായ വിൽ ജാക്സ് അതിശക്തമായി തൊടുത്തുവിത്ത ആ കൂറ്റൻ ഷോട്ട് ഗാലറിയിൽ എത്തുമെന്ന് ഉറപ്പിച്ചതാണ്. എന്നാൽ അവിടെ വായുവിനെ കീറിമുറിച്ചുകൊണ്ട് ഒരു സൂപ്പർമാനെ പോലെ അക്സർ പട്ടേൽ പറന്നുയർന്നു. ബൗണ്ടറി ലൈനിൽ വായുവിൽ ഡൈവ് ചെയ്ത് പന്ത് കൈപ്പിടിയിലൊതുക്കിയ അക്സർ താൻ അതിർത്തി കടക്കുമെന്ന് ഉറപ്പായ ആ നിമിഷാർത്ഥത്തിൽ അവിശ്വസനീയമാം വിധം ആ പന്ത് ഉള്ളിലേക്ക് വലിച്ചെറിയുകയും അവിടെ കാത്തുനിന്നിരുന്ന ശിവം ഡുബെ അത് അനായാസം പിടികൂടുകയും ചെയ്തു. ജോൺ ഡി റോഡ്സിനെയും രവീന്ദ്ര ജഡേജയെയും പോലും നിഷ്പ്രഭരാക്കുന്ന ഈ അമാനുഷിക പ്രകടനം കണ്ട് നായകൻ സൂര്യകുമാർ യാദവിന്റെയും ഗാലറിയുടെയും കണ്ണുകൾ അക്ഷരാർത്ഥത്തിൽ തള്ളിപ്പോയി. എന്നാൽ കളിയിലെ ഈ ആവേശങ്ങൾക്കുമപ്പുറം ലോകത്തിന്റെ മുഴുവൻ ഹൃദയം കവർന്നതും സഞ്ജു സാംസൺ എന്ന അതുല്യ പ്രതിഭ മനുഷ്യത്വത്തിന്റെ പര്യായമായി മാറിയതും മത്സരശേഷമാണ്. വെറും 48 പന്തിൽ 105 റൺസ് എടുത്ത് ഇംഗ്ലണ്ടിനായി ഒറ്റയാൾ പോരാട്ടം നടത്തിയ യുവതാരം ജേക്കബ് ബഥേൽ മാച്ച് കൈവിട്ടുപോയതിനു പിന്നാലെ ഗ്രൗണ്ടിൽ വീണ്ടും പൊട്ടിക്കരയുകയായിരുന്നു. ബാർബഡോസിൽ നിന്നും മകന്റെ കളി കാണാൻ മുംബൈയിലെത്തിയ ജേക്കബിന്റെ മാതാപിതാക്കളായ ഗ്രഹാം ബഥേലും ഗിസേൽ ബഥേലും ഗാലറിയിലിരുന്ന് കണ്ണീർ വാർത്തു. അപ്പോഴാണ് സ്വന്തം മാതാപിതാക്കളെപ്പോലെ സഞ്ജുവും സൂര്യകുമാർ യാദവും ഓടിയെത്തി ആ യുവതാരത്തെ ചേർത്തുപിടിച്ചത്. എന്നാൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ സെറമണിയിൽ തനിക്ക് ലഭിച്ച മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം സഞ്ജു സാംസൺ വേദിയിൽ വെച്ച് ജേക്കബ് ബഥേലിന് കൈമാറി. യഥാർത്ഥ വിജയി ഈ പയ്യനാണ് എന്ന് സഞ്ജു പറഞ്ഞപ്പോൾ വാങ്കഡെ സ്റ്റേഡിയം ആനന്ദ കണ്ണീരോടെയാണ് ആ മനുഷ്യനെ നോക്കിക്കണ്ടത്. ഈ കാഴ്ച കണ്ട് വിതുമ്പിക്കൊണ്ട് ജേക്കബിന്റെ പിതാവ് പറഞ്ഞ വാക്കുകൾ ഏതൊരു ഇന്ത്യക്കാരന്റെയും രോമാഞ്ചമുണർത്തും. എന്റെ മകൻ ഗ്രൗണ്ടിൽ തകർന്നു വീണപ്പോൾ ഒരച്ഛനെന്ന നിലയിൽ എന്റെ നെഞ്ചു പിടഞ്ഞുപോയി. ഇന്നത്തെ രാത്രി മുഴുവൻ അവൻ തോൽവിയുടെ വേദനയിൽ കരയുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ സഞ്ജു സാംസൺ അവന് നൽകിയത് ഒരു ട്രോഫിയല്ല, ഒരായുസ് മുഴുവൻ ഓർക്കാനുള്ള ആത്മാഭിമാനമാണ്. സഞ്ജു ഒരു സാധാരണ കളിക്കാരനല്ല, അതൊരു മഹത്തായ ആത്മാവാണ്. തോറ്റവനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് കാണിച്ചു തന്ന സഞ്ജുവിന്റെ ആ വലിയ മനസ്സ് നമ്മളെ ഇന്ത്യയുടെയും ഇന്ത്യൻ സംസ്കാരത്തിന്റെയും കടുത്ത ആരാധകരാക്കി മാറ്റിയിരിക്കുന്നു. വികാരഭരിതയായ അമ്മ ഗിസേൽ കൂട്ടിച്ചേർത്തു, സഞ്ജു ഞങ്ങളുടെ കണ്ണിൽ ക്രിക്കറ്റിലെ ദൈവത്തിന് തുല്യമാണ്. ഒരു വലിയ മനുഷ്യൻ എന്റെ മകനെ ഒരു വലിയൊരു മാനസിക തകർച്ചയിൽ നിന്നാണ് ഇന്ന് രക്ഷിച്ചത്. ഈ ട്രോഫി സഞ്ജുവിനെ സ്നേഹവും മഹത്വവുമായി ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്ത് തന്നെയുണ്ടാകും. ഇന്ത്യയുടെ മണ്ണിൽ മഹത്തായ എന്തോ ഒന്നുള്ളതുകൊണ്ടാണ് ഇത്തരം മനുഷ്യരുണ്ടാകുന്നത്. സഞ്ജുവിന്റെ ഈ അതിമാനുഷികമായ കായിക സ്പിരിറ്റും അക്സറിന്റെ അവിശ്വസനീയമായ പറക്കും ക്യാച്ചും ഈ ലോകകപ്പിലെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷങ്ങളായി ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തപ്പെടും. സുഹൃത്തുക്കളെ, ഒരു വിദേശ താരത്തിന്റെ മാതാപിതാക്കൾ പോലും സഞ്ജുവിനെ ദൈവമായി കാണുമ്പോൾ സഞ്ജു സാംസൺ എന്ന ഈ മാണിക്യം ഇന്ത്യൻ ടീമിലുള്ളത് നമുക്ക് എത്രത്തോളം അഭിമാനകരമാണ്. അക്സർ പട്ടേലിന്റെ ആ അവിശ്വസനീയമായ സൂപ്പർമാൻ ക്യാച്ചിന് നിങ്ങൾ 10-ൽ എത്ര മാർക്ക് നൽകും? സഞ്ജു സാംസന്റെ ഈ വലിയ മനസ്സിനെക്കുറിച്ചും നമ്മുടെ ടീം ഇന്ത്യയെക്കുറിച്ചും നിങ്ങൾക്ക് അഭിമാനമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ജയ് ഹിന്ദ് എന്നും റെസ്പെക്ട് സഞ്ജു സാംസൺ എന്നും കുറിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.